രക്ഷാപ്രവർത്തനവും സാധ്യമാക്കാത്ത വിധം പ്രകൃതി വീണ്ടും ഇത്തരത്തിൽ പെരുമാറുന്നു. കനത്ത മഴ അവിടെ പെയ്യുന്നു. രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി ഇതാ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന പാലം അത് ഒലിച്ചുപോയി മഴയിൽ എന്നുള്ളതാണ്, നീരൊഴുക്കിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ്. അനൂപ് കെ ആർ, നമ്മൾ വലിയ അർത്ഥത്തിൽ പ്രതീക്ഷയോടിരുന്നതാണ് രക്ഷാപ്രവർത്തനം. പക്ഷേ ഇപ്പോഴിതാ തിരിച്ചടിയായി വീണ്ടും മഴ. പാലം ഒലിച്ചുപോയോ? താൽക്കാലികമായി നിർമ്മിച്ച പാലം താൽക്കാലികമായി ഒരാൾക്ക് സഞ്ചരിക്കാൻ തക്കവിധം NDRF കഴിഞ്ഞ ദിവസം നിർമ്മിച്ച പാലമാണ്. വലിയ മഴ പെയ്തതിനെ തുടർന്ന് ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും അതിൽ ചില ഭാഗങ്ങൾ ഒലിച്ചു പോവുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ അവിടേക്ക് ഇനി ഈ പുഴ മുറിച്ചു കടന്ന് യാത്ര ചെയ്യുക അസാധ്യമായി വരും. പുഴയുടെ വെള്ളം താഴ്ന്നാൽ മാത്രമാണ് നമുക്ക് ഇത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുക. ഇത്രയും നേരം പ്രവർത്തനത്തിൽ വളരെ സഹായം ചെയ്ത ഒരു പാലമായിരുന്നു അത്. മേപ്പാടി മുണ്ടക്കയിൽ നിന്ന് നേരെ ഇവിടെ ഈ പുഴയ്ക്കരികിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ താൽക്കാലികമായി തയ്യാറാക്കിയ പാലത്തിലൂടെയായിരുന്നു ചൂരൽമലയിലേക്ക് ആളുകളെ എത്തിച്ചത്. സ്ട്രക്ചറിലും മറ്റും ആളുകളെ കിടത്തി എല്ലാം അതിലൂടെ വളരെ ശ്രമകരമായി എത്തിക്കുന്ന ഒരു കാഴ്ചകളെല്ലാം നമ്മൾ കണ്ടതാണ്. ഏതായാലും ഇപ്പോൾ ആ പാലത്തിലൂടെയുള്ള സഞ്ചാരം മുടങ്ങിയിരിക്കുന്നു. ശക്തമായ മഴ മലമുകളിൽ പെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പുഴയിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു പാലം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കേണ്ടത് അനിവാര്യമാണ്. തൊട്ട് സമീപത്താണ് സൈന്യം ഒരു പാലം നിർമ്മിക്കുന്നത്. അതിന്റെ പണി ഏതാണ്ട് പകുതിയായിട്ടുണ്ട്. അതിന്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നമുക്ക് അതിജീവിക്കാനാവുമെങ്കിലും അതിന് ചില സാങ്കേതികമായി ചില പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഏതായാലും അതിനുള്ള തീവ്ര ശ്രമം സൈന്യം ഇവിടെ നടത്തുകയാണ്. തീർച്ചയായും വലിയ തിരിച്ചടിയാണ് ഈ മഴ. ഈ നിൽക്കുന്ന പ്രദേശത്തുള്ള മഴയാണോ അതോ ഇതിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലെ മഴ മൂലം ഉണ്ടാകുന്ന നീരൊഴുക്കിൻ്റെ ശക്തിയാണോ? ഏതാണ് ഇപ്പോൾ പ്രതിസന്ധിയായി ഉണ്ടാകുന്നത്? പാലം ഒലിച്ചുപോയി എന്ന് പറയുമ്പോൾ അനൂപ്, പുഴയിലെ ജലനിരപ്പ് ഉയരണമെങ്കിൽ അത് നേരത്തെ ഉരുൾപൊട്ടിയ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആ മലപ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് കൂടിയാണ്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ശക്തമായ മഴ ആ മേഖലകളിൽ പെയ്തതിനെ തുടർന്ന് തുടർ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനത്തെ ഒരു ഘട്ടത്തിൽ അത് തടസ്സപ്പെടുത്തുകയും ചെയ്തതാണ്. അത്തരമൊരു സാഹചര്യം വീണ്ടും ഉണ്ടായെങ്കിലും വീണ്ടും അവിടെ മഴ പെയ്യുന്നത് ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാവും. ഈ ജലനിരപ്പ് ഉയർന്നാൽ ഇതുവഴിയുള്ള പ്രധാനമായും ഈ പുഴ മുറിച്ചു കടന്നു വേണം ഇത്തരത്തിൽ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തുടർന്ന് കൊണ്ടുപോകുവാൻ. അത് അസാധ്യമായ വിധത്തിൽ ജലപ്രവാഹം അതിലുണ്ടാവുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഏറ്റവും സഹായകരമായി ഇനി നമുക്ക് പ്രതീക്ഷ വെക്കാനുള്ളത് ഈ സൈന്യം നിർമ്മിക്കുന്ന പാലത്തിലാണ്. അതോടൊപ്പം സൈന്യം മറ്റൊരു പാലം കൂടി താൽക്കാലികമായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് മാത്രമാണ് നമുക്കൊരു ശാശ്വതമായ പ്രതീക്ഷ നമുക്ക് ഈ രക്ഷാപ്രവർത്തനത്തിൽ പുലർത്താൻ സാധിക്കുന്ന ഒരു ഘടകം. ഏതായാലും ഇപ്പോൾ ഈ വെള്ളക്കെട്ടിന് കുറുകെ അല്പം ഉയർത്തി മറ്റൊരു പാലം നിർമ്മിക്കാനുള്ള ചെറിയൊരു യാത്രാ സംവിധാനം ഒരുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് ആർമി മിലിറ്ററി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായുള്ള ചില വസ്തുക്കൾ ഇവിടേക്ക് എത്തിക്കുന്ന ഉൾപ്പെടെ അവർ ചെയ്യുന്നുണ്ട്. എന്നാൽ കനത്ത ചളി മൂടിക്കിടക്കുകയാണ് ഇവിടെ. മണ്ണ് വലിയ രീതിയിൽ അടിഞ്ഞിട്ടുണ്ട്. നടക്കുന്നു പോകാൻ പോലും ബുദ്ധിമുട്ടാണ് ഇതിലെ. അത് പകുതിയോളം നമ്മൾ നടക്കുമ്പോഴെല്ലാം എത്ര ചളി മാറ്റിയിട്ടും അതിൽ ചളിയിൽ പുതഞ്ഞു വേണം അതിലൂടെ സഞ്ചരിക്കാൻ തന്നെ. ഏതായാലും അത്തരത്തിലുള്ള ചില തടസ്സങ്ങൾ ഇപ്പോൾ നേരിടുന്നു ആർമി അല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തകരെല്ലാം തന്നെ. അല്പം ഉയർത്തി ഒരു പാലം നിർമ്മിക്കാനുള്ള ശ്രമം നടക്കുന്നു. അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത് റോപ്പ് വഴി ആളുകളെ ഇത്തരത്തിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് അതിന് സമീപത്തുള്ള ഒരു മരത്തിൽ ഈ റോപ്പുകൾ ബന്ധിച്ചതിന് ശേഷം വളരെ സാഹസികമായി ആദ്യഘട്ടത്തിൽ ആളുകളെ കടത്തിക്കൊണ്ട്, ഏതായാലും ആ ഒരു മാർഗം ഒരുപക്ഷെ തുടർന്ന് സ്വീകരിച്ചേക്കും. ഈ പാലം ഒലിച്ചുപോയ സ്ഥിതിക്ക് ഇത്തരത്തിൽ റോപ്പുകൾ ഇരുകരകളിലും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മാർഗത്തിലേക്ക് നീങ്ങുകയാണോ? അത് നേരത്തെ തന്നെ അത്തരത്തിൽ റോപ്പ് വഴി ഒരു സമാന്തരമായി ഭക്ഷണം എത്തിക്കാനും മറ്റുമുള്ള ഒരു സംവിധാനം നേരത്തെ തന്നെ അത് സൈന്യം അവിടെ സജ്ജീകരിച്ചിരുന്നു. അത് സമാന്തരമായി തന്നെ തുടരുന്നുണ്ട്. അത് ഈ മിലിറ്ററി പട്ടാള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആ വഴി ഉപയോഗിച്ചാണ് പ്രധാനമായും കടന്നു പോവുകയും മറ്റും ചെയ്തിരുന്നത്. ഈ താൽക്കാലിക പാലം വന്നതിന് ശേഷമാണ് അത് വഴിയായത്. അത് തന്നെ നമുക്ക് വലിയ കുത്തൊഴുക്കിൽ ആണ് ഈ ചെറിയൊരു മരത്തടികളും മറ്റും വലിയ കമ്പികളും എല്ലാം വെച്ച് ഒരു നടപ്പാത എന്ന വിധം അത് ഈ പട്ടാളക്കാർ തന്നെ ഈ വശങ്ങളിൽ നിന്ന് കയറുകൾ വലിച്ചു പിടിച്ചാണ് അതിലൂടെ ഈ സഞ്ചാരം സാധ്യമാക്കിയിരുന്നത്. അത് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ പ്രത്യേകിച്ച് ഈ കുത്തൊഴുക്കിന്റെ സാഹചര്യത്തിൽ. അത് ആ ശ്രമം ഉപേക്ഷിക്കാനേ തരുമുള്ളൂ ഇത്തരത്തിൽ ഈ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ. അങ്ങനെയെങ്കിൽ ഈ ഇപ്പോൾ നിർമ്മിക്കുന്ന ഈ പാലം
പട്ടാളം നിർമ്മിക്കുന്ന ഈ പാലം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കേണ്ട ഒരു അടിയന്തര സാഹചര്യത്തിലേക്ക് ഏതായാലും സാഹചര്യം നീങ്ങുകയാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്താനാണ് ഇപ്പോൾ സൈന്യം തീരുമാനിച്ചിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ ഇവിടെ തുടരുകയാണ് ചൂരൽമലയിൽ.